ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്താൽ സംസ്ഥാനം 110 നിയമസഭാ മണ്ഡലങ്ങളിൽ UDF-ന് മുൻതൂക്കം. LDF 19 മാത്രമാണ് ലീഡ് നേടാനായത്. BJP 11 നിയമസഭാ മണ്ഡലങ്ങളിലും മുന്നിലെത്തി. 18 മന്ത്രിമാരുടെ മണ്ഡലങ്ങളിലും LDF പിന്നിലായിപ്പോയി. 2019-നേക്കാൾ UDF-നും LDF-നും വോട്ട് വിഹിതം കുറയുകയും ചെയ്തു. KR സാജു വിവരണവുമായി ചേരുന്നു. സാജു, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ LDF എത്രമാത്രം വലിയ തിരിച്ചടിയാണ് ലഭിച്ചത്? അജിംസെ, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം 99 സീറ്റുമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർഭരണത്തിലേക്ക് എത്തിയത്. ഇത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ആ സീറ്റുകളുടെ എണ്ണം തട്ടിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് 19 സീറ്റുകളിൽ മാത്രമാണ് ഭൂരിപക്ഷം നേടാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിരിക്കുന്നത് LDF-ന് എന്നുള്ളത്. UDF അതേസമയം 110 നിയമസഭാ സീറ്റുകളിൽ മുൻതൂക്കം നേടുന്നിടത്തേക്ക് എത്തിച്ചേർന്നു. ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത് NDA ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും ലഭിക്കാതിരുന്ന, കയ്യിലുണ്ടായിരുന്ന നിയമം നഷ്ടപ്പെടുത്തിയ NDA ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 11 സീറ്റുകളിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു, ഭൂരിപക്ഷം നേടിയിരിക്കുന്നു. 8 സീറ്റുകളിൽ രണ്ടാമത് എത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, വോട്ട് വിഹിതം പരിശോധിച്ചാൽ 2024 ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പും 2021 ലോക്സഭാ തെരഞ്ഞെടുപ്പും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കിയാൽ UDF-നും LDF-നും വോട്ട് വിഹിതത്തിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. NDA അതേസമയം 15.56% നിന്നും 19.18% അവരുടെ വോട്ട് വിഹിതം ഉയർത്തിയിട്ടുണ്ട്. അതായത് 3.62% വളർച്ച അവരുടെ വോട്ട് വിഹിതത്തിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ വോട്ട് വിഹിതം വർദ്ധിച്ചത് ഒപ്പം തന്നെ ഇപ്പോൾ അവർ മുന്നിലെത്തിയേക്കുന്ന 11 നിയമസഭാ മണ്ഡലങ്ങൾ എന്നത് നേമവും കഴക്കൂട്ടവും വട്ടിയൂർക്കാവും ആറ്റിങ്ങലും ഒപ്പം തൃശ്ശൂരിലെ 6 നിയമസഭാ മണ്ഡലങ്ങൾ തൃശ്ശൂർ, ഒല്ലൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട്, മണലൂർ എന്നീ നിയമസഭാ സീറ്റുകളിലാണ് ഒന്നാമതേക്ക് എത്തിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായ തിരിച്ചടിയുടെ ആഴം സീറ്റുകളുടെ എണ്ണത്തിൽ മാത്രമല്ല, ആ മുന്നണിയെ മുന്നിൽ നിന്ന് നയിക്കുന്ന, ആ സർക്കാരിനെ നയിക്കുന്ന മന്ത്രിമാരുടെ അടക്കം മണ്ഡലങ്ങളിൽ വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മടത്ത് പോലും 2500-ലധികം വോട്ടുകളുടെ മുൻതൂക്കം മാത്രമാണ് LDF-നുള്ളത്. ബാലഗോപാലിനും അതുപോലെ K രാധാകൃഷ്ണനും മാത്രമാണ് അവരവരുടെ മണ്ഡലങ്ങളിലെ ലീഡ് മുന്നണിക്ക് നേടിക്കൊടുക്കാൻ കഴിഞ്ഞത്. CPI-യുടെ 4 മന്ത്രിമാരുടെ മണ്ഡലങ്ങളിലും LDF പിന്നോട്ട് പോയി. CPM-ന്റെ മറ്റുള്ള 10 മന്ത്രിമാരിൽ 8 മന്ത്രിമാരുടെ മണ്ഡലങ്ങളിലും LDF പിന്നാക്കം പോയി. ഘടകകക്ഷി മന്ത്രിമാർക്കും മുന്നണിക്കായി ലീഡ് നേടിക്കൊടുക്കാൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിട്ടില്ല എന്ന വസ്തുത ബാക്കി നിൽക്കുന്നു. അജിംസ്, ശരി. സാജു, ഒരു കാര്യം കൂടി, ഇപ്പോഴത്തെ ഈ കണക്കുകൾ പ്രത്യേകിച്ചും CPM-നെ സംബന്ധിച്ച് എത്രമാത്രം നിർണായകമാണ്? അത് LDF-ൽ തന്നെ എത്രമാത്രം സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കും CPM-ന്? അജിംസ, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങിയ ശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ തുടർഭരണം നിലനിർത്തുന്നതിലേക്ക് എത്തിച്ചേരാനായി അന്ന് LDF-ന് കഴിഞ്ഞത്. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല അടക്കമുള്ള വിവിധ രാഷ്ട്രീയ കാരണങ്ങൾ LDF-ന് തിരിച്ചടിയായി. എന്നാൽ അതിനെ ഒന്നാം പിണറായി മന്ത്രിസഭയുടെ സർക്കാരിൻ്റെ പ്രതിച്ഛായയിലൂടെ മറികടന്നാണ് രണ്ടാമതൊരു തുടർച്ചയുണ്ടായത്. പക്ഷേ ഇപ്പോൾ ഏറ്റിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റിരിക്കുന്ന തിരിച്ചടിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ കാരണം എന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിച്ഛായയുടെ മോശം തന്നെയാണ് എന്ന് മുന്നണിയും പാർട്ടിയുമൊക്കെ ഈ ഘട്ടത്തിൽ തിരിച്ചടിയുന്നുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബത്തിനെതിരെ ഉയർന്നു വന്ന സാമ്പത്തിക ആരോപണങ്ങൾ അടക്കം പലപ്പോഴും അവഗണിച്ചു പോകുക എന്നതിനപ്പുറത്തേക്ക് ജനങ്ങൾക്കിടയിലുള്ള തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു വലിയ തിരിച്ചടിക്ക് വഴിവെച്ചു. ഒപ്പം തന്നെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ മുഖമുദ്രയായിരുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ, അക്കാര്യത്തിലും രണ്ടാം പിണറായി സർക്കാർ പല കാരണങ്ങളാൽ സാമ്പത്തിക ബാധ്യതകൾ അടക്കം അല്ലെങ്കിൽ സാമ്പത്തികമായ സർക്കാരിൻ്റെ വരുമാനത്തിലുണ്ടായ കുറവുകൾ അടക്കം കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിന്നാക്കം പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ അടക്കമുള്ളവ 6-7 മാസം കുടിശ്ശികയായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് വന്നെത്തിയത്. ഇതെല്ലാം ചേർന്നപ്പോൾ അത് മുന്നണിയുടെ ശവക്കുഴിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോണ്ടിയതെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് സർക്കാരിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള, സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള ബോധപൂർവമായ നടപടികൾ ആവശ്യമാണ് എന്ന് ഈ ഘട്ടത്തിൽ പാർട്ടിയും മുന്നണിയുമൊക്കെ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അതുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. അജിംസ്,
സാജു, മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വാ തുറന്നിട്ടില്ല എന്ന തരത്തിലുള്ള പരാമർശമുണ്ട്. അദ്ദേഹത്തെ മാധ്യമങ്ങൾ കണ്ടിരുന്നു, അദ്ദേഹം പ്രതികരിക്കാതെ പോവുകയായിരുന്നു. ഇല്ല, ഇന്നലെ മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇന്ന് ക്യാബിനറ്റ് യോഗമുണ്ട്. ക്യാബിനറ്റ് യോഗത്തിന് ശേഷം ഇപ്പോൾ പതിവ് വാർത്താ സമ്മേളനങ്ങൾ ഒന്നുമില്ല അജിംസ്. പക്ഷേ വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് വൈകുന്നേരം വാർത്താ സമ്മേളനം വിളിച്ചു മാധ്യമങ്ങളെ കാണാവുന്നതാണ്. ഈ കനത്ത പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം അതിന് തയ്യാറാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാത്തിരുന്ന് കാണേണ്ട കാര്യം കൂടിയാണ്. കാരണം മുഖ്യമന്ത്രി പല ഘട്ടങ്ങളിലായി ഇപ്പോൾ സർക്കാരിനെതിരെ പോലും വലിയ ആരോപണങ്ങൾ വരുന്ന ഘട്ടത്തിൽ പോലും പ്രതികരിക്കാറില്ല. പലപ്പോഴും വാർത്താ സമ്മേളനങ്ങളാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഇനി നടത്തിയാൽ പോലും അദ്ദേഹത്തിന്റെ നീണ്ട വിശദീകരണങ്ങൾക്ക് അപ്പുറത്തേക്ക് അതിൻ്റെ അകത്തേക്ക് പോകുന്ന രീതികൾ ഇല്ല എന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ്. സ്വാഭാവികമായും ഇനി പാർട്ടിയും മുന്നണിയുമൊക്കെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിന്റെ തിരിച്ചടികൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ വിശദമായ ഒരു പ്രതികരണത്തിലേക്ക് പോവുകയുള്ളൂ എന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ഇന്ന് വാർത്താ സമ്മേളനമുണ്ട്, എന്തായാലും ഇന്ന് മന്ത്രിസഭാ യോഗമുണ്ട്. അതിനുശേഷം മാധ്യമങ്ങളെ ഇന്ന് വൈകിട്ട് കാണുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇപ്പോൾ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കാനായി പതിവായി വാർത്താ സമ്മേളനം നടത്തുന്ന രീതിയൊന്നുമില്ല. അതൊക്കെ വാർത്താക്കുറിപ്പിലൂടെ മാത്രം അറിയിക്കുക എന്ന രീതിയിലാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ എപ്പോൾ പ്രതികരിക്കും എന്ന കാര്യമൊക്കെ അജ്ഞാതമായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അജിംസ്, എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.